കണ്ടംപററിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അതൊരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെയും യോഗയുടെയും കളരിപ്പയറ്റിന്റെ ഒക്കെ ഒരു സങ്കര ഇനമാണെന്നും കൂടെ പറയണം അല്ലേ? ഒരു ലൈറ്റ് ഫുട്ടഡ്നെസ് ആൻഡ് നമുക്ക് എത്രയൊക്കെയാണ് നമ്മുടെ വെയിറ്റിന് നമ്മുടെ കൈകളിലും നമ്മുടെ കാലുകളിലും ഒക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക ആർട്ട് ഫോം. അങ്ങനെയൊക്കെ എനിക്കിപ്പോൾ തൽക്കാലം പറയാം. ശരിക്കും പറഞ്ഞാൽ കളിക്കുമ്പോഴും അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴും മാത്രമേ അതിന്റെ ഒരു ഈ സൂംബയ്ക്ക് ഒരു പ്രത്യേക ട്രെയിനർ എന്നുള്ളത് പോലെ ഈ കണ്ടംപററിക്ക് അങ്ങനെ ഒരു പ്രത്യേക ട്രെയിനർ ഉണ്ടോ? കണ്ടംപററി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഈ സമയത്ത് എന്താണോ റെലവെന്റ്, ഈ ഒരു സമയത്ത്. അപ്പം ഈ ഒരു സമയത്ത് എല്ലാത്തിനും ഒരു ഇച്ചിരി എടുക്കുക. അപ്പൊ കണ്ടംപററി എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ തരം കണ്ടംപററിയാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള കണ്ടംപററി ആയിരിക്കില്ല യൂറോപ്പിലെ കണ്ടംപററി. അപ്പോൾ അതുകൊണ്ട് കണ്ടംപററിക്ക് അങ്ങനത്തെ വലിയ റിജിഡ് ചിട്ടവട്ടങ്ങളൊന്നും ഇല്ല അല്ലേ എന്നുള്ളതാണ്. കുറച്ചും കൂടെ ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്യാല്ലേ? നമ്മൾ ഈ സൂംബെ പോലെ കുറച്ച് പേടിക്കണ്ട. അതെ സൂംബെ പോലെ ഒരു സർട്ടിഫിക്കേഷൻ വലുതായിട്ട് ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഹിപ്പ് ഹോപ്പ് ആണ്. അപ്പൊ അതിന് മുൻപ് നമുക്കൊരു സെഗ്മെന്റിലേക്ക് ഇവിടെ പോയി തിരികെ വരാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള പ്രണവത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാൻ എത്തിയിട്ടുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ദേവസങ്കല്പങ്ങളിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് പറയാമോ? അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സമീപകാലങ്ങളിലെ നമശിവായ എന്ന് പറഞ്ഞൊരു സീരിയൽ വളരെ പ്രസിദ്ധമായിട്ടൊക്കെ ജനങ്ങൾ ഒത്തിരി കണ്ട ഒരു സീരിയലൊക്കെ ഉണ്ടായിരുന്നു. ശിവനെക്കുറിച്ചുള്ള ശിവപുരാണം അങ്ങനെയുള്ള. അപ്പോൾ ഈ സീരിയലൊക്കെ കാണുമ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എൻ്റെ അടുത്ത് വരുന്ന പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അതിനുള്ള മറുപടിയാണ്. അപ്പോൾ സീരിയലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ഗണപതി അനുജനും മുരുകൻ ജ്യേഷ്ഠനുമാണ്. കഥാപാത്രം കടന്നു പോകുന്നത് അനിയാന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ നമ്മളുടെ അടുത്ത് ചോദിക്കും, സാധാരണ പുരാണങ്ങളിലെല്ലാം ഗണപതി ജ്യേഷ്ഠനും മുരുകൻ അനിയനായിട്ടാണ് സങ്കല്പം, അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് കാണുന്നത്. അപ്പം അതിൻ്റെ യുക്തി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ശരിക്കും ഈ സീരിയൽ കാണിച്ചത് യുക്തിയാണ്. കാരണം ആദ്യം ജനിക്കുന്നത് മുരുകനും രണ്ടാമത് ജനിക്കുന്നത് ഗണപതിയാണ്. അതാണ് അവർ കാണിക്കാൻ കാരണം. അപ്പോൾ യുക്തിയിൽ ആരാണ് അനിയൻ? യുക്തി അനുസരിച്ച് രണ്ടാമത് ജനിച്ച ഗണപതിയാണ് അനിയൻ. ആദ്യം ജനിച്ച ആളല്ലേ മൂത്തത്? യുക്തി. അപ്പോൾ പുരാണ സങ്കല്പത്തിൽ വരുന്നത് ആദ്യം ജനിക്കുന്നത് മുരുകനും രണ്ടാമത് ജനിക്കുന്ന ഗണപതിയും. പക്ഷേ ആദ്യ സ്ഥാനം ഗണപതിക്ക് കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം മുരുകൻ ജനിക്കുന്നത് താരകാസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ജനിക്കുന്നത്. 6 മാതാക്കളിൽ ജനിച്ച് താരകാസുര നിഗ്രഹം കഴിഞ്ഞ് മുരുകൻ അടുത്ത ജോലിയിലേക്ക് പോകുന്ന പോലെയാണ് പാർവതിക്ക് അത് ഫീലാവുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതായത് അതിൻ്റെ ഉത്ഭവം പാർവതി സ്നാനത്തിനിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഹാദേവൻ അവിടേക്ക് വരുമ്പോൾ നന്ദികേശനാണ് ദ്വാരപാലകനായിട്ട് കാവൽ നിൽക്കുന്നത്. ആ സമയത്ത് നന്ദികേശൻ ഭഗവാനെ തടയുന്നില്ല, ദേവിയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ദേവിക്ക് അത് ഇഷ്ടമാകുന്നില്ല. അതായത് തൻ്റെ ആജ്ഞാനുവർത്തിയായിരുന്നു നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനുവാദമില്ലാതെ ആരെയും കടത്തി വിടില്ലായിരുന്നു. അതുകൊണ്ട് ദേവി ഉടനെ ഒരു തീരുമാനത്തിൽ സ്വയം മണ്ണുകൊണ്ട് ഒരു പുത്രനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ പുത്രനെ സൃഷ്ടിച്ച് കാവലിനായിട്ട് ജീവൻ കൊടുത്ത് കാവലിനായിട്ട് ഗണപതിയെ കാവൽ നിർത്തുകയും പിന്നീട് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ശിവൻ വരുന്ന സമയത്ത് ഈ ബാലൻ ഭഗവാനെ തടയും. അമ്മയുടെ അനുവാദം ഇല്ലാതെ അകത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ ശിവനും ബാലനുമായ വാഗ്വാദവും പിന്നീട് അത് യുദ്ധവും പിന്നെ ദേവന്മാരും ഈ കുട്ടിയുമായിട്ട് വളരെ ഗംഭീര യുദ്ധം നടത്തുകയും അങ്ങനെ ആ യുദ്ധത്തിൽ നേരെ രീതിയിൽ ദേവിയുടെ പുത്രനായ ഈ ബാലകനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരു ദണ്ഡും കൊടുത്തിട്ടുണ്ട് ദേവി. ഈ ദണ്ഡുള്ളിടത്തോളം, ദേവിയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം ഈ ബാലനെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്ന ദേവതകൾ ഒരു ചതിപ്രയോഗം പോലെയാണ് ശരിക്ക് ഈ ബാലനെ നിഗ്രഹിക്കുന്നത്. അങ്ങനെ നിഗ്രഹിച്ച് കഴിയുമ്പോൾ ദേവി കോപാക്രാന്തയായി ലോകം മുഴുവൻ നശിപ്പിക്കുമെന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ മുനിമാരുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ഒരു വടക്ക് ദിക്കിലേക്ക് പോയി ആദ്യം കാണുന്ന ജീവൻ്റെ തലയറുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഈ ബാലകന് വീണ്ടും ജന്മം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം വടക്കോട്ട് പോകുമ്പോൾ കാണുന്നത് ഒരു ആനയെ കാണുന്നു, അതിൻ്റെ തല കൊണ്ടുവന്ന് ഈ ബാലനെ പിടിപ്പിച്ച, അങ്ങനെയാണ് ഗണപതിയുടെ ഉത്ഭവം വരുന്നത്. അപ്പോൾ അവിടെ മുതൽ ഗണപതി ആവാണ്. അപ്പോൾ ആ സമയത്ത് ദേവി കോപം വിടാതെ നിൽക്കുമ്പോൾ ഈ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്,
അതായത് ആദിജാതനായിട്ട് നിൻ്റെ മകനെ അംഗീകരിക്കുകയും പൂജാതി കാര്യങ്ങളിലെല്ലാം ആദ്യം ഗണപതിക്ക് വെച്ചതിന് ശേഷം മാത്രമേ പൂജ തുടങ്ങുകയുള്ളൂ. അങ്ങനെയാണ് ഈ ഗണപതിയുടെ ഉത്ഭവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആദ്യം ജനിച്ചത് മുരുകനാണെങ്കിലും ജ്യേഷ്ഠനായി ഗണപതി വരുന്നത്. ഇതാണ് നമ്മളുടെ പുരാണം. അപ്പോൾ ഈ പുരാണത്തിൽ ഈ യുക്തി നമുക്ക് ചിന്തിച്ചെത്താൻ പറ്റാത്തതുകൊണ്ട് ഇവര് ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കി വിടും. അപ്പോൾ ജനത്തിന് ഇത്രയും കാലം ഗണപതി ചേട്ടനും മുരുകൻ അനിയനാവുമ്പോൾ പെട്ടെന്ന് കയറിയിട്ട് ഗണപതി അനിയനും മുരുകൻ ചേട്ടനാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ. പിന്നെ ഇതിൽ ഇതേപോലെ തന്നെ ചിലർക്ക് സംഭവിക്കുന്നത്, ചില ആചാര്യന്മാർ പാർവതി തന്നെയാണ് ഭദ്രയെന്നും രണ്ടും ഒരാൾ തന്നെയെന്നൊക്കെ സമർത്ഥിക്കുമ്പോൾ ജനം ഇതേപോലെ കൺഫ്യൂഷനിലാവും. കാരണം പാർവതി തന്നെയാണ് ഭദ്ര എന്ന് പറയുമ്പോൾ അതായത് ദുർഗയുടെ അവതാരം തന്നെയാണ്, ശക്തിയുടെ അവതാരമാണ് എല്ലാം. എന്നിരുന്നാലും പാർവതി തന്നെയാണ് ഭദ്ര എന്ന് പറയുമ്പോൾ ഈ ഭദ്രകാളിയുടെ ഉത്ഭവത്തിൽ ശിവനുടെ 3-ാം തൃക്കണ്ണിലാണ് ദേവി ഉത്ഭവിക്കുന്നത്. അതായത് മകളായിട്ടാണ് ഭദ്ര പിറക്കുന്നത്. 3-ാം തൃക്കണ്ണിൽ പിറന്ന് ഉത്ഭവിച്ച മകളാണ് ഭദ്രകാളി. അപ്പോൾ ഈ സങ്കല്പവും, അതായത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഹൈന്ദവ പുരാണങ്ങളിലെ യുക്തി കൂടി മിക്സ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ, കൺഫ്യൂഷനാണത്. അതായത് ശരിക്കും പാർവതി എന്ന് പറയുന്നത് ശിവന്റെ ഭാര്യയും ഭദ്രകാളി എന്ന് പറയുന്നത് ശിവന്റെ മകളുമാണ്. അതിലൊരു തർക്കമില്ല. പിന്നെ അതേപോലെ തന്നെ ദാരിക നിഗ്രഹ സമയത്ത് ഭക്തനായ ദാരികനെ കൊല്ലരുത് എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ ശിവന്റെ നെഞ്ചത്ത് കയറി നൃത്തം ചെയ്യുന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. ഭദ്രകാളി ശിവന്റെ നെഞ്ചത്ത് കയറി നൃത്തം ചെയ്യുന്നത് അത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവി ഒരിക്കലും ശിവന്റെ നെഞ്ചത്ത് കയറി താണ്ഡവം ആടുന്നില്ല. അതായത് ദാരികനെ നിഗ്രഹിച്ച് കഴിയുമ്പോൾ കോപം മാറാതെ ദേവി അലറുമ്പോൾ ആടുകളെയും കോഴികളെയും ആനകളെയൊക്കെ അറുത്ത് ചോര കൊടുത്തിട്ട് ദേവിയുടെ കോപം ശമിക്കാതെ വരുമ്പോൾ അവസാനം ശിവൻ തൻ്റെ അണിവിരൽ മോതിരവിരൽ മുറിച്ച് 3 തുള്ളി ചോര കൊടുക്കുമ്പോഴാണ് ദേവിയുടെ കോപം തീരുന്നത്. അപ്പോൾ അതാണ് ദേവതാ സങ്കല്പങ്ങളിൽ വരുന്ന വൈരുദ്ധ്യം. അതായത് ദേവസങ്കല്പത്തിൽ ഒരിക്കലും ദേവി ഭഗവാന്റെ നെഞ്ചത്ത് കയറി നൃത്തം ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചില ആചാര്യന്മാർ കഥകൾ വളച്ചു വരുമ്പോൾ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. ഒരു അബദ്ധമാണ്. അപ്പോൾ ഈ അബദ്ധം വരുമ്പോൾ എന്ത് വരുമെന്ന് വെച്ചാൽ ഹൈന്ദവത്തിൽ ഇതെല്ലാം കുന്തവും കുടച്ചക്രവും വാളും ഇതെല്ലാം പിടിച്ചിട്ട് മാത്രമേ ദേവനെ കാണുന്നുള്ളൂ. മറ്റുള്ള മതസ്ഥയിലൊക്കെ നോക്കുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇവിടെ മാത്രമേ അട്ടഹസിക്കുന്നു. അപ്പോൾ ഇത് തന്നെ ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്ന രൂപങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ചില ആചാര്യന്മാർ പറയും ഭദ്രകാളി കഴുത്തറുത്ത് പിടിച്ച് നിൽക്കുന്ന രൂപമൊന്നും വീട്ടിൽ വെച്ചുകൂടാ, കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അനർത്ഥങ്ങളുണ്ടാവും. അതൊരു അയ്യപ്പൻ്റെ ഫോട്ടോ ഒന്നും വീട്ടിൽ വയ്ക്കാൻ പാടില്ല, കാരണം ഭഗവാൻ നൈഷ്ഠിക നിത്യബ്രഹ്മചാരി എന്ന് പറയുന്നു, അതുകൊണ്ടൊന്നും വെച്ചുകൂടാന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ എന്താ കുഴപ്പം? നമുക്ക് ഏത് ദേവീ ദേവന്മാരുടെ ഫോട്ടോ വേണമെങ്കിലും വീട്ടിൽ വയ്ക്കാം, നമുക്ക് സാധാരണ രീതിയിൽ വിളക്കും വയ്ക്കാം. അതേപോലെ തന്നെ വേറെ ഒരു ദേവതാ സങ്കല്പമാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമി എന്നൊക്കെ പറയും. അപ്പോൾ ഇതും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ പലരും ധരിക്കുന്നത് ഇങ്ങനെയുള്ള ക്ഷേത്ര സങ്കേതങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അയ്യപ്പൻ തന്നെയാണ്, അയ്യപ്പൻ്റെ അവതാരമാണ് വിഷ്ണുമായ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് വരും പലരും ചോദിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. നമ്മൾ പറയും ഒരിക്കലും അയ്യപ്പൻ്റെ അവതാരമല്ല, അയ്യപ്പനും ശിവപുത്രനാണ്, വിഷ്ണുമായയും ശിവപുത്രനാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷ്ണുവിൻ്റെ പുത്രനല്ല, വിഷ്ണുമായയാണ്. അപ്പോൾ ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ പാർവതി കൂളിവാക രൂപത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സന്താനങ്ങളാണ് ഈ ചാത്ത സങ്കല്പങ്ങൾ. അതായത് ശിവൻ വേട്ടയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് കാനനത്തിൽ വെച്ച് ഒരു കൂളിവാക യുവതിയെ കാണുന്നു. കൂളിവാക എന്ന് പറഞ്ഞാൽ കാട്ടുയുവതി. അപ്പോൾ ആ യുവതിയോട് ഞാൻ വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നീ റെഡിയായിരുന്നോ, ഞാൻ നായാട്ട് കഴിഞ്ഞ് വരുമ്പോൾ റെഡിയായിരിക്കണം, അങ്ങനെ പറഞ്ഞിട്ടാണ് ഭഗവാൻ പോകുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഈ യുവതിക്ക് ഭയമായിട്ട് ഉടനെ പാർവതിയെ സ്മരിക്കുകയും ദേവി പ്രത്യക്ഷപ്പെട്ട് മകൾ പേടിക്കേണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞൊരു ഉറപ്പിന്മേൽ ഭഗവാൻ വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കൂളിവാക യുവതിയെ കാണുകയും അവർ തമ്മിൽ ബന്ധപ്പെടുകയും അങ്ങനെ ഈ യുവതി ഗർഭിണിയാവുകയും സമയമാകുമ്പോൾ പ്രസവിക്കുകയും ചെയ്യണം. അതാണ് കഥ. അപ്പോൾ ഈ യുവതി പ്രസവിച്ചിട്ട് എത്ര പ്രസവിച്ചാലും സന്താനം നിൽക്കുന്നില്ല. പ്രസവിച്ച് തീരുമ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുക, വയറ് വീണ്ടും വീർക്കും, വീണ്ടും കുട്ടികൾ വരും. അങ്ങനെ വന്ന് അവസാനം അതായത് 100 പറ 108 കുട്ടിച്ചാത്തന്മാരെന്നാണ് സങ്കല്പം. 100 പറ 108 എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്തതുകൊണ്ട് പറയിൽ അളന്നിട്ടു 108 പറ ചാത്തന്മാരെ പെറ്റു ദേവി. എന്നിട്ടും വയറൊഴിയുന്നില്ല. വയറൊഴിയാണ്ട് വരുമ്പോൾ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതെല്ലാം മഹാദേവൻ്റെ മായയാണ്,
അതായത് ഭഗവാനെ പറ്റിച്ചു ദേവി. ആ, ആ. ഭഗവാനെ പറ്റിച്ച യുവതിയുടെ രൂപത്തിലിരുന്നാണ് ദേവിയാണ്. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം അറിയാലോ, ഇതാരാ എന്താ സംഭവിക്കണമെന്ന്. എല്ലാം ഭഗവാന്റെ മായ വിലാസങ്ങളാണ്. അപ്പം അതിൻ്റെ ശിക്ഷയാണ് കൊടുത്തത്. എത്ര കണ്ടിട്ടും പ്രസവം നിന്നില്ല. അവസാനം ദേവി ഭഗവാനോട് ക്ഷമ പറയും, പൊറുക്കണം, അറിവില്ലായ്മ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവസാനം പ്രസവിക്കുന്നതാണ് പൊന്നുണ്ണി വിഷ്ണുമായ. അപ്പം അങ്ങനെ പ്രസവിച്ച കഴിഞ്ഞ് കുട്ടി വളർന്ന് അങ്ങനെ കളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ശിവൻ ധ്യാനത്തിലിരിക്കുന്ന സമയം ഈ വിഷ്ണുമായ എന്ന് പറയുന്ന ചാത്തൻ ഭഗവാനെ കാണാൻ വരുമ്പോൾ നന്ദികേശൻ തടയും. ഭഗവാൻ ധ്യാനത്തിലിരിക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ആൾ ശരിയെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. പോയി ഇത്തിരി കഴിയുമ്പോൾ മഹാവിഷ്ണു വരും. മഹാവിഷ്ണു വന്ന് നന്ദികേശൻ തടയില്ല. കാരണം ത്രിമൂർത്തി സംഗമം എപ്പോഴും ലോക സംരക്ഷണാർത്ഥം ആവശ്യമാണ്. അതുകൊണ്ട് അകത്തേക്ക് അടുത്ത് വിടും. അപ്പോൾ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ മഹാവിഷ്ണു ഭഗവാന്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ ഈ ചാത്തനാവും. അതായത് ഈ ചാത്തൻ വേഷം മാറി വന്നതാണ്. അങ്ങനെ അച്ഛൻ്റെ മുമ്പിൽ വിഷ്ണുവിൻ്റെ രൂപം വന്നതുകൊണ്ടാണ് വിഷ്ണുമായ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് അയ്യപ്പൻ്റെ സങ്കല്പമല്ല, അത് കൂളിവാക, അതായത് പാർവതിക്കും ശിവനും കൂടി ജനിക്കുന്ന സന്താനങ്ങളാണ്. ഇതാണ് ചാത്തൻ ദേവതാ സങ്കല്പങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു വിഷ്ണുമായ ക്ഷേത്രം വെച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും ഇതിൻ്റെ കഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകില്ല. ഞാനത് അയ്യപ്പനിലേക്ക് ലിങ്ക് ചെയ്യുള്ളൂ. കാരണം അയ്യപ്പനിലേക്ക് ലിങ്ക് ചെയ്യുമ്പോൾ കുറെ കൂടി ഭക്തിയും അത് തന്നെ കാര്യം. അപ്പം ഇങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങളെല്ലാം നമ്മളുടെ ഹൈന്ദവത്തിൽ ഒത്തിരി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഏതൊരു ദേവതാ സങ്കല്പമാണോ. ഇതേപോലെ തന്നെ ചില മാസികകളിലൊക്കെ പരസ്യം കാണിക്കാറുണ്ട്, ഒരു പാർട്ടി പരസ്യം കാണിക്കാറുണ്ട്, കാപ്പിരി മുത്തപ്പൻ. ഈ കാപ്പിരി മുത്തപ്പൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ അത് മഹാവിഷ്ണുവിൻ്റെ രൂപവും ഒരുപാട് കൈയും വെച്ചിട്ട് അങ്ങനെ പല രൂപത്തിലാണ് കാപ്പിരി മുത്തപ്പൻ. അപ്പോൾ ഈ കാപ്പിരി എന്ന് പറയുന്ന ദേവത ശരിക്കും പറഞ്ഞാൽ ഈ പോർച്ചുഗീസുകാർ വന്നപ്പോൾ നീഗ്രോ ദേവതയാണ് ഈ കാപ്പിരി മുത്തപ്പൻ. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ എറണാകുളം ഭാഗത്തുള്ളവരൊക്കെ പുട്ടൊക്കെ ചുടുന്ന സമയത്ത് ഈ പുട്ട് നല്ല രീതിയിൽ വരികയാണെങ്കിൽ കടപ്പുട്ട് കാപ്പിരിക്ക് തന്നേക്കാന്ന് പറഞ്ഞ് നേർച്ച ചെയ്തിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വരുമെന്ന് പറയാം. അതാണ് കാപ്പിരി സങ്കല്പം. അതിൻ്റെ ഒരു പ്രതിഷ്ഠ പോലെ മട്ടാഞ്ചേരിയിലുണ്ട്. അപ്പോൾ ഈ കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്നത് ശരിക്കും നീഗ്രമാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന പല ദേവതാ സങ്കല്പങ്ങളിലും ഉപാസനാമൂർത്തികളിലൊക്കെ ഇത് തുണയായി വന്നിട്ടുണ്ട് ഈ കാപ്പിരി. അതുകൊണ്ടാണ് ഈ കാപ്പിരി മുത്തപ്പൻ ഇങ്ങനെ ദേവതാ സങ്കല്പമായിട്ട് വരാൻ കാരണം. അപ്പോൾ ഇതെല്ലാം മഹാവിഷ്ണുവിൻ്റെ രൂപമൊക്കെ വരച്ചു വെച്ചിട്ട് ഇത് മഹാവിഷ്ണുവാണ് കാപ്പിരി എന്ന് തെറ്റിദ്ധരിച്ചാലും അതൊരിക്കലും ആവില്ല. അത് വേറൊരു ദേവതാ സങ്കല്പമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയാതെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അബദ്ധത്തിൽ ചാടിയിട്ട് ഞങ്ങൾ അവിടെ പോയി ഇതെല്ലാം മഹാവിഷ്ണുവിനെ കണ്ടു എന്നിട്ട് ഭഗവാൻ തന്നില്ല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പിന്നാലെ പോയാൽ മാത്രമേ ഭഗവാൻ തരുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും പിന്നാലെ പോയാൽ ആൾ തരില്ല. അറിഞ്ഞിരിക്കണം. പ്രണവത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഹിപ്ഹോപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലും കുറച്ചും കൂടെ ഒരു ബ്രേക്ക് ഡാൻസ് ബ്രേക്ക് വരുന്നില്ല, കുറച്ചുകൂടെ ഒരു ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കാലൊക്കെ പൊക്കി നന്നായിട്ട് ഒരു പോപ്പിങ്ങും ലോക്കിങ്ങും ഒക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ആർട്ട് ഫോം ആണ് ഹിപ്ഹോപ്പ്. ആർക്കും ഡാൻസ് കളിക്കാൻ ഡാൻസ് അത് ഒരു പ്രായ വ്യത്യാസം ഇല്ല, ജെൻഡർ ഇല്ല. അതാണ് ഈ സുംബയുടെയും ഐറോബിക്സിന്റെ ഒക്കെ ഇത്രയും വലിയ സക്സസിന്റെ രഹസ്യം തന്നെ അതാണ്. ഒന്ന് സന്തോഷിക്കാൻ ഒരിച്ചിരി ഒരു പാട്ടിട്ട് ആ ഒരു പൊടിക്കൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ പാട്ടിൽ 2 സ്റ്റെപ്പ് നിങ്ങളൊന്ന് അതെ അതെ ഹൃദയത്തുടുപ്പിന് ഒരു താളമുണ്ട്. മനസ്സ് ഹൃദയത്തുടുപ്പുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് തിയറി. അതിന്റെ ഡാൻസറിന്റെ ഒരു ബേസിക് തിയറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.